ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ 6 മണിയാണ് സമയം. എൻ്റെ മോന് മദ്രസയിൽ പോകാൻ റെഡി ആയിക്കൊണ്ടുണ്ട്. രാവിലെ തന്നെ എൻ്റെ മോൻ മദ്രസയിലേക്ക് പോകുന്നതാണ്. രാവിലെ എണീക്കാൻ എൻ്റെ മോനിക്കും ഭയങ്കര മടിയാണ്. എന്നാലും എങ്ങനെയല്ലോ റെഡിയായിട്ട് പോയി. ഉമ്മ കൊണ്ടാക്കാൻ പോകുന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര നായിൻ്റെ ശല്യമാണ്, അതുകൊണ്ട് ഉമ്മ കൊണ്ടാക്കാൻ പോകുന്നുള്ളതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള മദ്രസയിലേക്ക്. മുമ്പെല്ലാം ഇവിടെല്ലാം കാടെല്ലാം ആയതുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കാടെല്ലാം കൊത്തിയോണ്ട് നല്ല രസമില്ല, നമുക്ക് കാണാൻ തന്നെ നല്ല രസമില്ല ഗൈസ്. ഞാൻ രാവിലെ എണീച്ചാൽ ആദ്യം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും, എന്നിട്ട് വേറെന്ത് കഴിക്കും. അത് പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണ്. എൻ്റെ കുഞ്ഞിക്കുട്ടൻ ഇന്ന് നേരത്തെ എണീച്ച്. കുഞ്ഞാ, ഇങ്ങോട്ട് നോക്കിയേ, ടാറ്റാക്കിയേ. എനിക്ക് നാണക്കടായി രാവിലെ തന്നെ എണീച്ചോണ്ടെന്ന് തോന്നുന്നു. രാവിലെ തന്നെ എണീച്ചാൽ മൂടത്ര ശരിയുണ്ടാവില്ല. കുഞ്ഞാ, ടാറ്റാക്കിയേ, ടാറ്റ. പ്ലെയിൻ കിസ് ആക്കിയ, പ്ലെയിൻ കിസ്. ഞാൻ നമുക്ക് പല്ലേക്കാം. എൻ്റെ മോൻ പല്ല് തേക്കുന്നുള്ളതാണ്. പുതിയ ബ്രഷ് വാങ്ങിനു എനിക്ക്, അതുകൊണ്ട് പല്ലേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുഞ്ഞ പല്ലേച്ച. നമ്മളിവിടെ രാവിലെ തന്നെ ഉസ്താദിന്റെ സലാത്ത് കഴിക്കുന്നുള്ളതാണ്. രാവിലെ തന്നെ ഒരു 8-9 മണി വരെ ഇത് വെക്കും നമ്മളെ പരക്ക്. അങ്ങനെ നമ്മ രാവിലെ തന്നെ ചായ വെച്ചിട്ട് കുടിക്കുന്നതാണ്. ഫസ്റ്റ് രാവിലെ എണീച്ചപ്പാട് അനക്കും ഉമ്മാക്കും ചായ വേണം. ചായ കുടിച്ച് കഴിഞ്ഞിട്ടേ നമ്മ ബാക്കിയുള്ള പരിപാടിയെല്ലാം നോക്കും. നമ്മളിവിടെ ഇന്ന് കാൽ ചായ കുടിക്കുന്നതെന്നാണ് പറയല് ഗൈസ്. നമ്മൾ ചായ കുടിക്കുന്നുള്ളതാണ്. നല്ല ക്രാങ്ക് ജാക്ക് ബിസ്ക്കറ്റും പാൽ ചായയും. ഇത് ഉമ്മാൻ്റെത് മധുരമിടാത്ത ചായയാണ്. അനക്കും മോനിക്കും മധുരമിട്ട ചായ. ഉമ്മാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഉമ്മ മധുരമിടാത്ത ചായയാണ് കുടിക്കല്. എൻ്റെ മോന് കുറേ സമയമായിട്ട് ബിസ്ക്കറ്റിന് കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഉമ്മ ചമ്മന്തിക്ക് തേങ്ങ ചേർത്തുന്നുള്ളതാണ്. നമുക്ക് കുറേ പണിയുണ്ട് ഗൈസ്. കുറേ തുണിയും കുപ്പായം ഉണ്ട് ആർത്തിടാൻ. ഇന്നലെ ഞാൻ സ്കൂളിൽ എൻ്റെ മോൾക്ക് സ്പോർട്സായിട്ട് സ്കൂളിൽ പോയോണ്ട് ആർത്തിടാനൊന്നും പറ്റിയിട്ട. അങ്ങനെ കുറേ തുണി കുപ്പായുണ്ട് ആർത്തിടാൻ. നമുക്കങ്ങനെ ആർത്തിടാം. നമ്മൾ ആറ്റുന്നതിൻ്റെ മെഷീൻ പൊളിഞ്ഞിന്, അങ്ങനെ ആറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആറ്റാൻ കഴിയാത്തതുകൊണ്ട്. നമുക്ക് കണ്ടത്തിലാണ് ആർത്തിടലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടേ. അങ്ങനെ ആടെ കൊണ്ടുപോയിട്ടെല്ലാം ആർത്തിട്ട്, പക്ഷെ ഈ ബ്ലാങ്കറ്റ് പൊന്തിക്കാൻ പറ്റുന്നില്ല ഗൈസ്, വെള്ളമായിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ മുറ്റത്തൊരു കസേരയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണിയാണ് ഗൈസ് ഇത്, കൈ കൊണ്ട് നനയ്ക്കുന്നത്. അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ നനച്ചിട്ട് ശീലമായോണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ നമുക്ക് അത് കുറേ ഒരു റിസ്ക് ഉള്ള കാര്യമായിട്ട് തോന്നുന്നത്. ഭയങ്കര മടിയാണ് ഗൈസ്. ഞാൻ കൈ കൊണ്ടെല്ലാം നനച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആർത്തിടാൻ അയലില്ല ഗൈസ്. അങ്ങനെ ഉമ്മാനോട് ഞാനൊരു അയൽ കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ്. അയൽ കെട്ടുന്നുള്ളതാണ് ഗൈസ്. ഉമ്മ തട്ടണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കയറ്റിഞ്ഞോണ്ട് പോകുന്നുള്ളതാണ്. എനിക്ക് ഓരോരോ സമയത്ത് വാശി തുടങ്ങിയാൽ പിന്നെ മതിയാക്കൂല. ഞാൻ നനച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മ ദോശക്കുള്ള മാവെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദോശ ചുടാനുണ്ട്, ചട്നി ആക്കാനുണ്ട്. അങ്ങനെ നമ്മളെ ചട്നിയുടെ റെഡിയായി. ഉമ്മ ദോശ ചുടുന്നുണ്ട്.
ഉമ്മ ദോശ ചുടുമ്പോൾ എൻ്റെ മോനോട് ഇരുന്നിട്ടുണ്ട്. ഓനിക്ക് ഉമ്മാൻ്റെ ബേക്കിൽ നടക്കലാണ് എൻ്റെ പ്രധാന ജോലി. കുമാരി അങ്ങനെ കുറേ വൈകിട്ട് അമ്മ ഉറങ്ങിയിട്ട് എണീച്ച് ഒക്കെ മാമന്നെ പല്ലേച്ചെടുക്കുന്ന നോക്ക് വാശിയാണ്. അങ്ങനെ എൻ്റെ മോന് മദ്രസ് വിട്ട് വരുന്നുണ്ട്. ഇന്ന് കുറേ വൈകുന്നത് വരെ മദ്രസ് ഉണ്ട്. വലൈക്കും സലാം. എൻ്റെ മോൻ്റെ മദ്രസിലത്തെ പരീക്ഷ പേപ്പർ ഇന്ന് കിട്ടി. മോന് ഫസ്റ്റ് ആണ്. നമുക്ക് മാർക്കേ ഇല്ല, ഞാൻ എല്ലാവരും തോറ്റിനെന്ന്. അപ്പം ഞാൻ പരീക്ഷ പേപ്പർ നോക്കിയിട്ടാകുമ്പോൾ മോശമില്ല, എല്ലാവരും പാസ് മാർക്ക് ഉണ്ട്. വലിയ മാർക്കില്ല, എന്നാലും പാസ് മാർക്ക് ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല മദ്രസ വിട്ട് വന്നപ്പാട് ഫോണിൽ കളിക്കരുന്ന്. എനിക്ക് എപ്പോൾ ഇപ്പായിട്ട് ഫോണിൽ ഗെയിം കളിക്കൽ തന്നെ എൻ്റെ പണി, പ്രധാന പണി എന്താന്ന്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിട്ട. അങ്ങനെ ഞാൻ ഇപ്പം ചായ കുടിക്കുന്നുള്ളതാണ് ദോശയും ചട്നിയും. ഞാൻ തേങ്ങ വരച്ചിന് പറഞ്ഞിട്ട് ആ തേങ്ങ എല്ലാം എൻ്റെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. അപ്പുറത്തവരെല്ലാം തേങ്ങ വിറ്റുന്നുണ്ടാവും. ഉമ്മാക്ക് ആശയാന്നല്ലോ വിൽക്കാൻ, തേങ്ങ വിൽക്കണമെന്ന്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് തേങ്ങയേ ഉള്ളൂ, നമുക്ക് ഒരു തെങ്ങേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് തേങ്ങയേ ഉള്ളൂ, അത് വിൽക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. നമ്മൾ ഉച്ചക്കേക്ക് ചിക്കൻ കടായി ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതായിട്ട് നെയ്ച്ചോറൊക്കെ ഈ അരിയിലാന്ന്. ഇത് ഫാമിലി റൈസ് എന്നാന്ന് വിചാരിക്കും പറയൽ, നല്ല മണാന്ന് ഗൈസ്. നമ്മൾ കടായും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കുന്നത്. അതിന് നെയ്ച്ചോറിന് നമ്മുടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. കടായി ഉണ്ടാക്കാനുള്ള ചിക്കനുടെ പകുതി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, പകുതി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ നെയ്ച്ചോറിയുടെ സെറ്റായി, കടായി ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മളെ നെയ്ച്ചോറും കടായിയുടെ റെഡിയായി. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കുന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഉമ്മ നമ്മളെ കടായി? സൂപ്പർ. അങ്ങനെ നമ്മൾ ചോറെല്ലാം വേവിച്ചിട്ടായിട്ട് പിന്നെ നമുക്ക് ഫുള്ള് ക്ലീനിങ് പരിപാടി ഉണ്ടായിന്. ഫുള്ള് ക്ലീൻ ആക്കാനുണ്ടായി. ഞാൻ ഞായറാഴ്ച ഒരു ദിവസം ഫുള്ള് ക്ലീൻ ആക്കും. ഇപ്പം ക്ലീനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ റൂം എല്ലാം സെറ്റാക്കി വെച്ച്. അപ്പോൾ എൻ്റെ മോന് കഴിച്ചിട്ട് വന്നിട്ട് ക്ഷീണം പിടിച്ചിട്ട് വന്നിട്ട് ഉറങ്ങുന്നുള്ളതാണ്. പിന്നെ എണീക്കുമ്പോഴത്തേക്കെല്ലാം റെഡി ആയിട്ടുണ്ടാണ്. ഈ റൂമിലെല്ലാം സെറ്റാക്കി വെച്ച് നമ്മളെ റൂമിലും ബെഡ്ഷീറ്റെല്ലാം വിരിച്ചെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഹോളും കിച്ചണെല്ലാം എന്നുള്ളത്. അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ച് ഇനി കാര്യമായിട്ടുള്ള പണി എന്തെന്ന് വെച്ചാൽ അലക്കിയ തുണിയും കുപ്പായെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനെല്ലാം ഇനി മടക്കി വെക്കാനുണ്ട്. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. അപ്പം നമ്മൾ വിചാരിച്ച് പഴം നുറക്കാം ഇന്ന് ചായക്കൂട്ടാൻ. അങ്ങനെ ഉമ്മ പഴം നുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനില്ലേ കുഞ്ഞിക്കുട്ടനെ ഇടി ഇരുന്നിട്ട് പഴം തിന്നുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങിണീച്ചതാണ്, അതാണ് മുഖഭാവം അത്ര മാറ്റം. കായ് നിറച്ചതിടെ റെഡി ആയിക്കൊണ്ടുണ്ട്. ചായക്കിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ച് വന്ന് അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്നുള്ളതാണ്. എല്ലാവരും ഫോൺ നോക്കിക്കൊണ്ടാണ് ചായ കുടിക്കുന്നത്. സപ്പു എങ്ങനെയുണ്ട്? എനിക്ക് ഫോൺ കളിക്കാൻ കൊടുക്കാത്തതുകൊണ്ട് കുറച്ച് ദേഷ്യത്തിലാന്നുള്ളത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവരെ മൂന്നാളെ പണി എന്തെന്ന് വെച്ചാൽ ചെണ്ട് കൂടൽ. രാത്രി അവർക്കതൊരു ഹോബിയാണ്.
മൂന്നാള് ചെണ്ട് കൂടല്. എനിക്ക് ഫോണ് കളിക്കാൻ കൊടുക്കാത്തതിന് ഭയങ്കര പരിഭവത്തിലാന്നുള്ളത്. നമുക്ക് രാത്രി കഴിക്കാനും ഉച്ചക്കത്തെ നെയ്ച്ചോറുണ്ട്, ഉച്ചക്കത്തെ ചിക്കൻ കടായിൻ്റെ കറിയുണ്ട്. ഉമ്മ നിസ്കരിച്ചോണ്ടുണ്ടായിനി. അപ്പൊക്ക് ഉമ്മാൻ്റെ അനിയത്തി ഫോൺ വിളിക്കുന്നായിട്ട് ബിസിയാക്കുന്നുള്ളത്. ഇനിയിപ്പോ 1 മണിക്കൂർ നേരത്തേക്ക് ഇതന്നെ ആയിരിക്കും. അങ്ങനെ എൻ്റെ മക്കൾക്ക് ഞാൻ ചോറെടുത്തിട്ടുണ്ട്. ഉച്ചക്കത്തെ നെയ്ച്ചോറും ചിക്കൻ കറി തന്നെയാണ് ഇപ്പോൾ കഴിക്കാൻ. എൻ്റെ മക്കൾ വേഗം ഉറങ്ങും, 7 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങും. അങ്ങനെ അവർക്ക് വേഗം ഫുഡ് കൊടുക്കുന്നുള്ളതാണ്. പഠിച്ചിട്ട് ബുക്കെല്ലാം ഇടന്നെ വെച്ചിട്ട് എല്ലാം ഇടന്നെ വെച്ചിട്ട് കടന്നുറങ്ങി എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട്. ഇന്നലെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ട. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉമ്മ ഉസ്താദിൻ്റെ സലാത്ത് കേൾക്കുന്നുള്ളതാണ്. എൻ്റെ മോൻ രാവിലെ തന്നെ ഇന്ന് എണീച്ചിന്. ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായ തിളച്ച് അങ്ങനെ നമ്മൾ രാവിലത്തെ ചായ കുടിക്കുന്നുള്ളതാണ്. ചായക്ക് കൂട്ടാൻ ബിസ്ക്കറ്റും മിച്ചറുമാണ്. ഇത് നല്ല ടേസ്റ്റുള്ള മിച്ചറാണ്, മധുര മിച്ചർ. അങ്ങനെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണ്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.